കാരണം ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലം നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ തവണ ഞാൻ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് കടന്നു വരുമ്പം ഇരു കരങ്ങളും നീട്ടി ഹൃദയത്തിലേക്കാണ് സ്വീകരിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലം ആ ഹൃദയത്തിലുള്ള ഇടം അങ്ങനെ തന്നെ നിലനിർത്തി വരുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. കാരണം നമ്മൾ നേരിട്ട് അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായും അവരിലൊരാളായിക്കൊണ്ട് കഴിഞ്ഞ 5 വർഷവും ഒരു മുഴുവൻ സമയവും ആലത്തൂരിൻ്റെ MP ആയിട്ട് അവരുടെ കൂടെ നിൽക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണയാണ്, പ്രത്യേകിച്ച് അമ്മമാരുടെ. കാരണം അവർ നമ്മളെ കാണുന്ന അവരുടെ ഒരു മകളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു പിന്തുണ തുടർന്ന് അനുഭവിച്ചു കൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനകത്തേക്കുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പ്രധാന ചർച്ച ആലത്തൂർ ആയുധം കണ്ടെത്തിയതാണ്. മന്ത്രി രാധാകൃഷ്ണന്റെ കാറിൽ നിന്നാണ് ആ ഒരു ആയുധം കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ ദൃശ്യങ്ങൾ ആദ്യം പുറത്തുവിടുന്നത് രമ്യ ഹരിദാസ് തന്നെയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ലഭിക്കുന്നത് രമ്യ ഹരിദാസിന്. കാരണം അത് ഇന്നലെ വൈകുന്നേരം ഏകദേശം രാത്രിയായ സമയം മുതലേ അത് വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും ഒക്കെ അത് ഏതോ CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ്. നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രചരണ വാഹനത്തിൻ്റെ കൂടെയുള്ള വാഹനമാണ്. പ്രത്യേകിച്ച് അതിലെ നമ്പർ പ്ലേറ്റ് മറച്ചു വെച്ചതായിട്ട്, കൊടി വെച്ച് മറച്ചു വെച്ചതായിട്ട് കാണുന്നുണ്ട്. പിന്നെ അതിനകത്ത് അവർ ആയുധം പുറത്തെടുത്ത് വെക്കുന്നു. പിന്നെ CCTVയിൽ പതിഞ്ഞോ എന്നൊരു സംശയം തോന്നിയിട്ട് വാഹനം പുറകോട്ടെടുത്ത സാധനം തിരിച്ചെടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം വലിയ ആസൂത്രിതമായിട്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും, കാരണം അക്രമത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ പോകുന്ന ഒരു പ്രദേശത്തിനെ അക്രമത്തിലേക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ കൂടി ഉപയോഗപ്പെടുത്തി സമാധാനപരമായിരിക്കുന്ന അന്തരീക്ഷം നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം CPMൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നതായിട്ടാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ഇപ്പം നോക്കുന്ന സമയത്ത് അത് പറയുന്നത് മന്ത്രിയുടെ തന്നെ അടുത്ത ബന്ധുവാണ്, അമ്മായിയുടെ മകനോ അങ്ങനെ ആരോ ആണെന്നാണ് ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം കിട്ടിയിരിക്കുന്ന ഒരു വാർത്ത. അപ്പം അതൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ സമാധാനപരമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അത് ഏത് വീട്ടിലാണെങ്കിലും ഇത്തരം രീതിയിലൊരു ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ആളുകളെ കൊണ്ടുവരുന്ന സമയത്ത് അത് ആരുടെയാണെങ്കിലും ഏതെങ്കിലും ഒരു അമ്മയുടെയൊക്കെ വേദനയിലേക്കാണ് അത്തരം ക്രിമിനൽ പശ്ചാത്തലത്തിൽ നടന്ന സംഭവങ്ങളുടെ ഇരയായത് ഏതെങ്കിലുമൊക്കെ അമ്മയുടെ കണ്ണുനീര്, അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ കണ്ണുനീര്, സിസ്റ്ററിൻ്റെ കണ്ണുനീരൊക്കെയാണ്. അപ്പം കഴിയുന്നതും കണ്ണൂർ പോലെയുള്ള ഭാഗങ്ങളിലെ ബോംബും വാളുകൾ അല്ലെങ്കിൽ മറ്റ് ആയുധങ്ങളും ഒക്കെ കൊണ്ട് നടക്കുന്ന രീതി ശരിയല്ല. ഇപ്പം അതുപോലെ തന്നെ സമാനമായ രീതിയിലേക്ക് ആലത്തൂരിനെ മാറ്റിയെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം നടക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ വിഷമമാണ്, വലിയ വേദനയാണ് അതിനകത്ത്.